ഹായ് ഹലോ. ഞാൻ കുറേ നാളെ വീഡിയോസ് ഒന്നും ഇടാറില്ല. എന്തായാലും അത് ജനുവരി വരെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. കുറച്ച് എൻഗേജ്ഡ് ആയിപ്പോയി. ഇത് എൻ്റെ ഇതെല്ലാം എൻ്റെ വെയിൽ കൊള്ളാൻ പറ്റൂല. ഇതെല്ലാം ബേബീസിനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. റീപോർട്ട് ചെയ്തിട്ട് ജമന്തിനെല്ലാം പൊട്ടിച്ച് നമ്മൾ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. നോക്കട്ടെ രക്ഷപ്പെടുമോ എന്നുള്ളത്. ഒരു പരീക്ഷണമാണിതെല്ലാം. ഇനിയുണ്ട് പരീക്ഷണം. ആൽഗോമയുടെ ചെടിയെല്ലാം ഇലയൊക്കെ പൊട്ടിച്ച് നട്ടു വെച്ചിട്ടുണ്ട്. നോക്കട്ടെ പിടിക്കുമോ എന്നുള്ളത്. അതേപോലെ യെസ്റ്റർഡേ ടുഡേ ടുമോറോയുടെ ചില്ലയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. വെറും പരീക്ഷണം മാത്രമാണ്. വിജയിക്കുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത്തരം പരിപാടികളൊക്കെയാണ്. ഈ ജമന്തിയൊക്കെ പിടിച്ചു കിട്ടുമെന്ന് പറഞ്ഞില്ല. നോക്കട്ടെ. ഇതെൻ്റെ റോസിൻ്റെ ചെടികളിൽ വന്ന ചെറിയ ചെറിയ കീടങ്ങളും അതിനെ ഞാൻ ചെയ്ത് ക്ലിയറാക്കിയെടുത്തതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസാണ്. ഇത് ഞാനിപ്പോൾ രക്ഷപ്പെടുത്തിയെടുത്തതാണ്. എന്താ പറ്റുന്നേ എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. എന്താണെന്നറിയാമോ? ഈ ഒരുതരം മുട്ടാവുമ്പോഴേ അതിങ്ങനെ ഇവിടെ കണ്ടോ കരിഞ്ഞു തൂങ്ങി കിടക്കും. അപ്പോൾ ഇങ്ങനെയുള്ളതിനെ നമ്മളത് അപ്പോഴേ എടുത്ത് പൊട്ടിച്ച് കളയണം. അതിങ്ങനെ മുട്ടാവും, പക്ഷെ അത് വിരിയൂല. ഒരുവിധമൊക്കെ ക്ലിയറായി വരുന്നുണ്ട്. ഇതിന് കൊടുക്കുന്ന വളം എന്താന്ന് ഞാൻ പറയാം. നമ്മൾ അരി കഴുകുന്ന വെള്ളമില്ലേ, അരി കഴുകുന്ന വെള്ളം ഒന്ന് കുളിപ്പിച്ചിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. നല്ല രസമുള്ളതാണ്. കണ്ടോ ഡബിൾ കളർ. അതേപോലെ ഇത് കണ്ട് ഇതിനൊരു അസുഖം വന്നതായിരുന്നു. ഞാനിതിൽ അടിച്ചു കൊടുത്ത് വളർന്നു. ഇത് പറയുന്നത് വേപ്പെണ്ണയും ലിക്വിഡായിട്ടുള്ള സോപ്പ് വാഷ്. അതിന് ശരിയാവും. ആ ഒരു പൂവേ ഉള്ളൂ. പിറ്റത്തെ പൂവൊക്കെ റെഡിയായി വരും. ഇതിലെല്ലാം മുട്ട് വരുന്നുണ്ട്. ഇതെല്ലാം ചത്തിരിക്കുമായിരുന്നു. ഇതും ഒരു ഉണങ്ങി വന്നതായിരുന്നു. പക്ഷെ ഇപ്പം തൽക്കാലം ഒരു മുട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിൽ കതിരക്ക വരുന്നുണ്ട്. ഇങ്ങനത്തെ നമ്മളിവിടെ വെച്ചുകൊണ്ടിരുന്നത്. ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളയും. ഇത് താഴെ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയണം. എന്നാലും അതിൽ പുതിയത് വരത്തുള്ളൂ. ഇതും ഡബിൾ റോസാണ്. ആദ്യം മഞ്ഞയായിട്ട് വരും. അതിനുശേഷം കണ്ടോ ഓറഞ്ച് ഷെയ്ഡ് വന്ന് ലാസ്റ്റ് ആവുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ഓറഞ്ചായി മാറും. ഇതിൻ്റെ നല്ല ഭംഗിയുള്ള റോസ്. ഇതുപോലെ അസുഖം വന്നത് ഇത് കണ്ടോ. ഇത് ഞാൻ തൽക്കാലം രക്ഷപ്പെടുത്തിയെടുത്തത്. അതിൻ്റെ അടിയിലത്തെ ഇതെല്ലാം കട്ടായിപ്പോയി. കണ്ടോ കരിഞ്ഞു. പക്ഷെ ഞാനതിന് മരുന്നടിച്ചിട്ടുണ്ട്. അത് വിരിഞ്ഞു വന്നു. ഇതെല്ലാം അടുത്ത പൂക്കാൻ വേണ്ടിയുള്ളതാണ്. ഒത്ത് വരുന്നേ ഉള്ളൂ. ഓറഞ്ച് നല്ല രസമുള്ള സംഭവം. അത് വെറൈറ്റി ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. അതൊന്നും എനിക്കറിയില്ല. ഈ സംഭവം താഴേക്ക് വളർന്നു നിൽക്കുന്നത്. അതിന് ഞാൻ ഒരു കമ്പൊക്കെ നാട്ടി ഫിക്സ് ചെയ്യാൻ നോക്കി. പക്ഷെ എന്നിട്ടും രണ്ട് കളറാണ്. പുറത്തേക്ക് വരുമ്പോൾ ഒരു ഉള്ളിൽ ഓറഞ്ചാണ്. എൻ്റെ ചെടികളുടെ റോസിന് സ്പെഷ്യലായിട്ടും നമ്മൾ എല്ലാവരും പറയുന്നതാ, നമ്മൾ ഗാർഡനിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന ശേഷം അപ്പം പൂക്കുന്നത് മാത്രമേ പൂക്കുള്ളൂ. പിന്നെ പൂക്കൾ ഉണ്ടാവുന്നില്ല, നശിച്ചു പോകുന്നു എന്നുള്ളത്. ഇത് സ്ഥിരമായിട്ട് ഇവിടെ എനിക്കുണ്ടായിരുന്ന കംപ്ലൈൻ്റ് ആണ്. അപ്പം ഞാനിത് എങ്ങനെ മാറ്റാം എന്നുള്ളത് നോക്കിയിട്ട് ആദ്യം നമ്മൾ ഉണ്ടായി വന്നിരുന്ന ആ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അത് കട്ട് ചെയ്ത് നിർത്തിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ. 14 ഡേയ്സിൽ ഞാൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒന്നാമത്തത് നമ്മൾ അരി കഴുകുന്ന വെള്ളം അതിൽ ഞാൻ ഒഴിക്കാറുണ്ട്. അപ്പോൾ ഡെയിലി നമ്മൾ വെള്ളം ഒഴിക്കണമെന്ന് ചില 2 ദിവസം ഇടവിട്ടിട്ട് ഞാൻ അരി കഴുകുന്ന വെള്ളം ഒഴിക്കും. പിന്നെ കഞ്ഞിവെള്ളം നമ്മൾ പുളിപ്പിക്കാൻ വെക്കുമ്പോൾ അതിൽ ഉലുവ കുറച്ചൊന്ന് ചതച്ചിട്ടിട്ട്, ഉലുവ ഇടണ്ട, അതിൻ്റെ ആ മുൾഭാഗം
ഒരു ഡബിൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ലിക്വിഡ് നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് ഒഴിക്കും. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിത്തോല് അതും നല്ലതാ. പിന്നെ ഈ മുട്ടയുടെ തോട് പൊടിച്ചിട്ട് വെള്ളത്തിലിട്ട ശേഷം പ്ലസ് അതിൽ പഴത്തിൻ്റെ തോല് 2 സ്പൂൺ ഷുഗറും കൂടെ ഇട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെക്കും. എന്നിട്ട് അത് 2 ദിവസം കഴിഞ്ഞിട്ട് അതിൽ ഒരു കയ്യിൽ സ്പൂൺ എന്ന് പറയില്ല, നമ്മളൊരു ഒരു കുഞ്ഞി കപ്പ് വീതം അതും ഒഴിച്ച്, അതൊക്കെ നല്ല കാര്യമായിട്ട് നന്നായിട്ട് പൊടിപ്പ് വരുന്നുണ്ട്. പിന്നുള്ളത് നമ്മൾ അതിൻ്റെ ഓൾഡായിട്ടുള്ള ഇലകൾ, മഞ്ഞ ഇലകളെല്ലാം പൊട്ടിച്ച് കളയണം. പിന്നെ അതുപോലെ ഈ മുട്ടിൽ കരിഞ്ഞു വരുന്നൊരു സംഭവമുണ്ട്. അതിന് ചെയ്യുന്നത് വെച്ചാൽ വേപ്പെണ്ണയും വാഷിംഗ് ലിക്വിഡും കൂടെ സ്പ്രേ ചെയ്താൽ ആ കരിഞ്ഞു പോണ സംഭവം ഇല്ലാതായി പോകും. കാരണം അതിലിരുന്ന് കുഞ്ഞു ജീവികളായിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഭയങ്കര കയ്പല്ലേ വേപ്പെണ്ണയ്ക്ക്. അപ്പോൾ അത് കാരണം അത് കടിക്കൂല, അത് നശിച്ച് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തപ്പോൾ എൻ്റെ എല്ലാ ചെടികളും നന്നായി.